പുതിയ ബേർഡിനെ വാങ്ങിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ബേർഡ്സിനെ വാങ്ങിക്കുമ്പോൾ കൺഫേംഡ് DNA പെയറുകളെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അറിയാവുന്ന ഒരു ബ്രീഡറിൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് ഇത് നോക്കിയെടുത്ത് തരാൻ അറിയാമെങ്കിൽ അതൊക്കെ, ഇല്ലെങ്കിൽ കൺഫേംഡ് DNA ചെയ്ത ബേർഡ്സിനെ വാങ്ങിക്കുക. എനിക്ക് അങ്ങനെ പറ്റിയ മണ്ടത്തരങ്ങളാണ് ഈ ബേർഡ്സ്. എനിക്ക് കൺഫേംഡ് മെയിൽ ഫീമെയിൽ ആണെന്നും പറഞ്ഞ് തന്നാണ് യെല്ലോയും ബ്ലൂവും. പക്ഷേ രണ്ടും മെയിലും 2 ഫീമെയിലുമാണ്. എനിക്ക് അവരെ പെയർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അവരെ ഞാൻ ആദ്യമായിട്ട് കേജിൽ നമ്മുടെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഒരാഴ്ച അവരെ ക്വാറന്റൈനിൽ താഴെ വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഏവരിയിൽ കൊണ്ട് തുറന്നു വിടത്തില്ല. അതിനെ ഒരാഴ്ച വാച്ച് ചെയ്യും താഴെ വെച്ച്. ഡീവോമിങ് മെഡിസിനും നീം വാട്ടറും ടർമറിക് വാട്ടറും ഞാൻ ഇടവിട്ട് സ്പ്രേ ചെയ്തും കുടിക്കാനും കൊടുക്കും. ഒരസുഖങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി അവർക്ക് ഫുഡെല്ലാം നന്നായിട്ട് എടുക്കുന്നുണ്ട്, അവരുടെ മോഷനൊക്കെ വാച്ച് ചെയ്തേച്ച് ഞാൻ അവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ താഴെ എൻ്റെ മേളത്തെ ഏവറിയിൽ കൊണ്ട് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.